എന്താ കല്ലിളകണ ഇല്ല, ഇളകണൊന്നുമില്ല. നാട്ടിനെ നമ്മുടെ ആ കുക്കിംഗ് പരിപാടി ഇല്ലേ, ഇത് ആനിസ് കിച്ചൺ. ആ ഞാനത് കണ്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി നോക്കിട്ടോ. പക്ഷെ അത് അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ആ സാധനത്തിന്റെ പേര് ഇപ്പോഴും അറിയില്ലല്ലോ. അതിന് നീ ചുമ്മാ ഇട്ട് അങ്ങോട്ട് ഇളക്കിയ പോലെ അതിന് നല്ല കൈപ്പുണ്യം വേണം. ആ ചേച്ചിക്ക് അതൊക്കെ ആ ചേച്ചി കൊടുക്കുന്ന സാരി ഒക്കെ കണ്ടോ. ശരിയാ, എല്ലാ ദിവസവും ഓരോ ടൈപ്പ് സാരി അല്ലേ. ഞാന് ഒരു സാരി കണ്ടിട്ട് ഇങ്ങനെ പടമൊക്കെ വരച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് തയ്ച്ചു തരണം. ഇല്ല, ഇപ്പൊ ഞാൻ ഡിസൈനിങ് എടുക്കുന്നില്ല. എന്താ എടുക്കുന്നില്ല? അതുകൊണ്ടാ കണ്ടോ, എന്റെ പാചകം, എന്റെ ഡിസൈനിങ് ഒന്നിനെ വളർത്താൻ സമ്മതിക്കരുത്. ഈ വീട്ടിൽ വന്ന് കയറിയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെയോ എത്തേണ്ടതായിരുന്നു. ഈ വീട്ടിൽ വന്നേ പിന്നെ മുരടിച്ചു പോയി. മുരടിച്ചു പോയി, അല്ലെങ്കിൽ വളർന്നു പന്തലിച്ചേ. അതെ, എന്താല്ലേ എന്തൊക്കെ കഴിവുണ്ടായിരുന്നു. കഴിവായിരുന്നു. കളിയാക്കണല്ലേ ശരിക്കും പറഞ്ഞ. മറ്റേ ആ പെണ്ണ് കാണാൻ മറ്റേ കല്യാണ പന്തലോട്ട് ഇറങ്ങി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഭയങ്കര കഴിവുള്ള കൊച്ചാണ് അല്ലേ. അതെ, നേരത്തെ വന്നല്ലോ നിന്റെ കണവൻ. നേരത്തെ വന്നേക്കണേ. ഇതെന്താ അങ്ങോട്ട് പോണേ? വീട് മാറിപ്പോയി. ഇതാ നിന്റെ വീട്. ഏട്ടാ പോവാ. എങ്ങോട്ടാ പോണേ? കനക, എന്താണ്? എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ഇതെന്താ മിണ്ടാതെ തൊപ്പിയും വെച്ചോണ്ടിരിക്കണ? എന്താ എന്താണ് ഇതെന്താ? ഇതെന്തിനാ ബില്ലടക്കണം. ബില്ലടച്ചതാ ആര്? ഞങ്ങള്. ആരും ബില്ലൊന്നും അടച്ചിട്ടില്ല. അടച്ചിട്ടില്ല കനക. ഇത് നീ മനഃപൂർവ്വം തല്ലുപിടിക്കാൻ വേണ്ടി ചെയ്യണതാ. കുത്തിക്ക ഫാസിലെ തങ്കം അടച്ചിട്ടില്ലാന്ന്. എടി ഞാൻ വെറുതെ ഞാൻ അടച്ചതാന്ന്. നീ എവിടെ കൊണ്ടുവന്ന് അടച്ച്? ക്ലീറ്റോന്റെ പൈസ കൊടുത്തിട്ടുണ്ടായി. ക്ലീറ്റോന്റെ അടുത്ത് പൈസ കൊടുത്താൽ പുട്ടടിച്ചിട്ടുണ്ടാവും. കഷ്ടമുണ്ട് ഞാൻ. തങ്കു ഇന്ന് ഇത് ഊരിയില്ലെങ്കിൽ ഞങ്ങളുടെ പണി പോകും. അടച്ചിട്ടുണ്ടാവും. അടച്ചിട്ടല്ലടാ, നിങ്ങൾ ശരിക്കും നോക്കാത്തതിന്റെ. അതെ, KSEB നിന്റെ അച്ഛന്റെ തറവാട്ട് സ്വത്തൊന്നുമല്ലല്ലോ, ആണോ? എടാ എന്റെ ഒരു പണിയും നടക്കൂല. KSEBയുടെ കറണ്ട് ഉപയോഗിക്കുമ്പോ അതിന് പൈസ അടക്കണം, ബില്ല് അടക്കണം. എടാ ഇപ്പൊ പൈസ ഒക്കെ ഞങ്ങള് കൃത്യമായിട്ട്. ഇത് ആദ്യത്തെ ഒന്നല്ലല്ലോ, ആദ്യത്തെ കേസാണോ? അല്ലല്ലോ. ഇതിപ്പോ ഫയല് നോക്കാതെ തന്നെ പറയും തങ്കത്തിന്റെ വീട്ടിലെ പോയി ഊരുന്നു. എല്ലാ മാസവും ഇത് തന്നെയാണ് പണി. മണിക്കുമ്പോ അടക്കുവോ? 4 മണിക്ക് പൈസ അടയ്ക്കും. ഇപ്പൊ തന്നെ പോവാ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, അവൻ അടച്ചോളും. അല്ല, ഞാൻ അടച്ചോളാം. വെറുതെ മനുഷ്യന് പണിയണ്ട. അവനവന്റെ വീട്ടിലെ തന്നെ ഊരാനാണ് കാലത്ത് പറഞ്ഞു വിടണം. 4 മണിക്ക് മുമ്പ് കൊണ്ടുവന്ന പൈസ അടച്ചോട്ടാ. എന്തിനിങ്ങനെ ദേഷ്യപ്പെടണം? എന്റെ കൂടപ്പുറപ്പല്ലേ. കൂടപ്പുറപ്പൊക്കെ ഇവിടെ വരുമ്പോ KSEBിലാവുന്നില്ല. ഈ തയ്ക്കണയൊക്കെ കാശ് എന്ത് ചെയ്യണം? ഈ കറണ്ട് കാശ് അടച്ചൂടെ? വലിയ കാര്യം കൊടുത്തുവിടണ്ടേ? ഞാൻ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് എപ്പ പോവാനാ? ഏട്ടൻ ആ ഓഫീസിലേക്കല്ലേ പോണത്, അപ്പൊ കയ്യിൽ കൊടുത്തു വിട്ടാ പോരെ? ഞാൻ ഓർത്തില്ല. ഇത് 1-2 തവണയൊന്നും അല്ലല്ലോ. പഠിക്കില്ലേ എത്രയായാലും? വരട്ടെ, ഞാൻ ശരിയാക്കണം. അല്ല, ഇനിയിപ്പോ ഇത് 4 മണിക്ക് മുമ്പ് കൊണ്ട് അടക്കണ്ടേ? അതാ ഞാൻ ആലോചിക്കണത്. അവന്റെ അടിച്ചു മാറ്റിയത് വല്ലതും ഇരിപ്പുണ്ട്. ഒരു കുത്തു ചേരും. അപ്പൊ ഇപ്പൊ ഏട്ടനോട് പറഞ്ഞായിരുന്നെങ്കിൽ കൊണ്ട് അടക്കില്ലായിരുന്നോ? അടയ്ക്കൂലെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ചുമ്മാ പറയണതാ. പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ അടച്ചേനെ. പറഞ്ഞോക്കോ. എന്തെന്ന്? പൈസ ഇല്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. തങ്കത്തോണി തെന്മലയോരം കണ്ട് ഇവിടെ ഉണ്ടായിരുന്ന എന്താണ്? ഒരു ഗൗരവത്തിലാണല്ലോ. ഞാൻ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാനിപ്പോ നിങ്ങൾ നന്നാവൂല്ലേ ക്ലീറ്റോ? നന്നായിരിക്കല്ലോടി. ഇനി എന്തിനു നന്നാവണം? ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ? എനിക്ക് പറ്റൂല. കുടുംബത്തെ പണി. ചേടാ, വല്ല പറയാണ്ടെങ്കിൽ നേരെ പറയും. നീ ഇല്ലാതെ ഇങ്ങനെ വളഞ്ഞു വന്ന് ഇങ്ങനെ മൂക്കി പിടിക്കല്ലേ? എങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ നന്നാവടില്ലല്ലോ. കറണ്ട് ബില്ല് അടച്ചാ നിങ്ങള്? പൈസ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളൊക്കെ മേയ്ക്കാനേ പാടും മനുഷ്യന്. കറണ്ട് ബില്ല് അടച്ചല്ലോ. ആരടച്ചു? ഞാനല്ല, ഞാൻ നടരാജനെ പാർട്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞപ്പോ അവനും ബില്ലടക്കണം. നടരാജനാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യണത്.
അല്ല, അവൻ എന്നെ നിർബന്ധമായിട്ട് അവൻ അടയ്ക്കാൻ പോണുണ്ട്, എൻ്റെ കൂടെ വേണേ അടച്ചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് എൻ്റെ എന്നിട്ട് നടരാജൻ അടച്ചോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ? ബില്ല് മേടിച്ചോ? കണ്ടില്ല, ഞാൻ നോക്കട്ടെ. എന്ത് കൂളാന്ന് നോക്കിയാ ഒരു അത് പ്രശ്നം കൊടുത്തല്ലേ ഒരാൾ അടയ്ക്കാൻ കൊണ്ട്, ഞാൻ തന്നെ അടച്ച എൻ്റെ പൈസ വാങ്ങുന്നുണ്ടോ? എന്ത് സുഖ ജീവിക്കാൻ പൈസ. ഹലോ നടരാജ, നീ കറണ്ട് ബില്ല് അടച്ചില്ലേ? നിന്നോട് ഞാൻ പോവാന്ന് പറയുമ്പോ എന്നെ നിർബന്ധമായിട്ട് നീ പിടിച്ച് മേടിച്ചോണ്ട് പോയല്ലേ, എന്നിട്ട് അടച്ചില്ല. കഷ്ടം തന്നെ. നീ ഒരു കാര്യം ചെയ്യ, എത്രയും പെട്ടെന്ന് കൊണ്ട് അടക്കി. കൊല്ലത്തോ? ഓ എടാ, വെച്ചിട്ട് പോടാ. കൊല്ലത്തേക്ക് നാളെ വരുള്ളൂ. ഒരു 500 രൂപ കൂടി തരട്ടെ, വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. തങ്ക അവൻ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് എന്തിനുണ്ടാവും ഓരോ ന്യായീകരണങ്ങൾ? നിങ്ങൾക്ക് എന്ത് സുഖ ജീവിക്കാൻ, ഒന്നും അറിയണ്ടല്ലോ. ഞാൻ മര്യാദയ്ക്ക് പോയി അടച്ചാൽ മതിയായിരുന്നു. എന്നോട് പറഞ്ഞു ക്ലീറ്റോ, ഞാൻ അതുവഴി കുടുംബത്തിരിക്കണ ഞാൻ വേണ്ട നാണം കിടന്ന് എല്ലാവരുടെ മുമ്പിൽ. ഫ്യൂസ് ഊരാൻ വന്നത് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഫ്യൂസ് ഊരാൻ വന്നെങ്കിൽ നിനക്ക് പറഞ്ഞൂടെ? കനകന്റെ വീടാണ് ഇതാണെന്ന് നിനക്ക് അങ്ങോട്ട് ഊരാൻ വന്നവനോട് പറഞ്ഞൂടെ? ഊരാൻ വന്നവൻ ആരാ? ആരാ? കനകൻ. അവന്റെ കാല് പിടിച്ചിട്ട് അവനത് തിരിച്ചു കുത്തിവെച്ചത് അറിയോ? എന്നെ എന്തിനു ക്ലീറ്റോ ഇങ്ങനെ നാണം കെടുത്തണേ നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു വയറ്റിൽ നിന്ന് വന്നതല്ലേ, അവൻ അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ? എന്തിനാണ് അവൻ ഇത്ര ഇങ്ങനെ നാണം കെടുത്തണേ? അവന്റെ ഫീസ് കൂടെ കുത്തിയിട്ട് പോയാ ഊരിയിട്ട്? ഞാൻ അവന്റെ കാല് പിടിച്ച് അവന്റെ ഔദാര്യം വേണ്ടടി, അങ്ങനെ വേണ്ട നമുക്ക്. എന്തിനാ അവന്റെ അത്ര ഔദാര്യത്തിൽ ഒരു കറണ്ട് വേണ്ട? എനിക്കറിയാം എന്തോ ചെയ്യണോ, ഞാൻ കുന്തം ചെയ്യും. എനിക്കറിയാം എന്ത് ചെയ്യണം. ഇവൻ ആരാണെന്നാണ് അവന്റെ വിചാരം? അവൻ വൈദ്യുതി മന്ത്രിയാണെന്നാണ് അവന്റെ വിചാരം. ഞാനൊന്ന് മനസ്സ് വെച്ചാണ്ടല്ലോ അവനെ ഈ ജോലി എടുത്ത് കളയും. അവനും ജോലി എടുത്ത് കളയാനല്ല, നിങ്ങൾ കാര്യമായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് ഊരണ കാര്യമുണ്ടടി. കറണ്ട് ഇല്ലാതെ ഇവിടെ ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ തല്ലുപിടുത്തൊക്കെ അവിടെ? എന്താണ് ഇവിടെ വന്നിട്ട് ഈ ബഹളത്തിന് നിൽക്കുന്നത്? ഒന്നുമില്ലടാ, ഒന്നുമില്ല. പുന്നാര അളിയൻ ഊണ് കഴിച്ചായിരുന്നോ? ആ ഊണ് കഴിച്ചത്. കഴിച്ചെങ്കിൽ ഇതും കൂടെ അങ്ങ് വിഴുങ്ങ്, തികയട്ടെ, നിന്റെ വയറ് നിറയട്ടെ. നീ എന്താടാ വിചാരിച്ചത്? നിനക്ക് തോന്നുമ്പോ അവിടെ ഒന്ന് ഫീസ് കട്ട് ചെയ്ത് കറണ്ടും കട്ട് ചെയ്താൽ ഞങ്ങൾ നീരിട്ടത്താവുന്നല്ലടാ. ഫീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീ അങ്ങനെ വിളിച്ചെത്താവും. എന്നാലേ നിന്റെ മര്യാദ തോണം. എന്തിനീ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കണേ? അതെ, നിന്റെ ഉണക്ക ഡിപ്പാർട്ട്മെന്റിന്റെ കറണ്ട് ക്ലീറ്റോയ്ക്കും കുടുംബത്തിന് ഇനി വേണ്ട കേട്ടാ. വേണ്ട വേണ്ട. ഇനി നീ എങ്ങനെ കട്ട് ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. ഇനി എന്ത് കട്ട് ചെയ്യാനാണ്? ബില്ലടച്ചില്ലെങ്കിൽ കട്ട് ചെയ്യും, അത് നിയമമാണ്. അത് കട്ട് ചെയ്യലാണ് എന്റെ പണി. കേറി നിറങ്ങാനല്ല, തോന്നുമ്പോ ഫ്യൂസ് വരാനും കട്ട് ചെയ്യാനൊക്കെ. നീ എന്താണ് വിചാരിച്ചേ? നീ വെറുതെ വന്നിട്ട് ഈ വായിട്ട് അലക്കണ നേരം നിനക്ക് ആ പൈസ കൊണ്ടുപോയി അടച്ചൂടെ? ബില്ല് ഞാൻ മനഃപൂർവ്വം അടയ്ക്കാത്തതാണ്. എനിക്ക് സൗകര്യമില്ലായിരുന്നു അടയ്ക്കാൻ. നീ എന്തോ ചെയ്യും? അടക്കണ്ട. നീ എങ്ങനെ കട്ട് ചെയ്യുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ കട്ട് ചെയ്തല്ലോ. എടാ നീ എന്താ വിചാരിച്ച നിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് നീ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ നീരിട്ടത്തായി പോകുന്ന? അതൊക്കെ വെറും വ്യാമോഹമാണ് മോനെ. നീ നോക്കിക്കോ ക്ലീറ്റോ എന്താ ചെയ്യാൻ പോണേന്ന്. എന്റെ പൊന്ന് ക്ലീറ്റസ്, നാണമില്ലാതെ വെറുതെ വന്നിട്ട് വായിട്ട് അലക്കുന്നത് വരാ. ബില്ല് കൊണ്ടുപോയി അടച്ചൂടെ നിനക്ക്? മനഃപൂർവ്വം അടയ്ക്കാത്തടാ. നിനക്ക് വല്ലതും ചെയ്യാണ്ടെങ്കിൽ ചെയ്യടാ. നീ ചെയ്യുന്നതിന് കണ്ടല്ലേ, അത്രേ ഉള്ളൂ. അവന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആകെ ഇരുട്ടിലായി പോകും. അധികം നെകളിക്കല്ല്. അല്ല, മേളിൽ നിന്ന് മഴയും ഇല്ല, ഡാമിൽ വെള്ളം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ശൂന്യമാണ്. ശരി ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും തവണ ഒന്നുമില്ല. നീ പലപ്പോഴും പൈസ അടക്കാറില്ല. പൈസ അടച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് കട്ട് ചെയ്യും. അതാണ് എന്റെ നിയമം. അത് കട്ട് ചെയ്യാൻ വേണ്ടി വരലാണ് എന്റെ ജോലി. ഇതൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? അതൊക്കെ തന്നെ. നീ എങ്ങനെ നീ കട്ട് ചെയ്യുന്ന നീ കാണണം. നിന്റെ കറണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ച് നീ എങ്ങനെ കട്ട് ചെയ്യണം? കറണ്ട് ഇല്ലെങ്കിലും ജീവിച്ച് ക്ലീറ്റോ കാണിക്കും. പിന്നെന്ത്? നീ നോക്കിക്കോ, ഇവിടെ വേറെ പല സോഴ്സും ഉണ്ട്. അതൊന്നും നിനക്ക് അറിഞ്ഞൂടാ കേട്ടാ. പിന്നെ ഭയങ്കര ക്ലീറ്റോ കാണിച്ചു തരും. കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാ ക്ലീറ്റസ്. നല്ലതാണ്. ക്ലീറ്റോ ഇപ്പൊ നിന്റെ ഡിപ്പാർട്ട്മെന്റിനെയും ആ കറണ്ടിനെയും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അടുത്ത നീ ആയിരിക്കും. നീ നോക്കി ഇത് കണ്ടോണ്ടിങ്ങനെ വാടിയോട്ട് ഒപ്പം ചെല്ലടി. ഒരു കാങ്ങള അവള ഈ കോന്തന് പ്രാന്താണ്. വിവരില്ലാത്തോണ്ടല്ലേ. അതിന് ഏട്ടൻ കിടന്ന് ബേളം വെക്കണ എന്തിനാ? അതെ, നേരത്തെ കട്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് 4 മണിക്ക് 5 മണിക്ക് മുമ്പ് ആ ബില്ല് കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ എന്നിട്ട് അവിടെ വെച്ചല്ലേ. ഒന്ന് ആ ഫ്യൂസ് കൊണ്ട് കൊടുക്കുക. ഇല്ല, കൊണ്ടുപോയി കൊടുക്കൂല. ഇതെങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും? നാത്തൂനെ ബുദ്ധിമുട്ടാണ് കേട്ടോ. നാത്തു ബുദ്ധിമുട്ടട്ടെ. ഇത് നിയമല്ലേ, നിയമം തെറ്റിക്കാൻ പറ്റൂ?
അപ്പോൾ ഈ പ്രദേശത്താണ് നമ്മുടെ പദ്ധതി നടപ്പാക്കേണ്ടത്. ഇവിടുന്ന് ഈ ഇത്ര ഏരിയ ഇവിടെ മതിയോ? ആ അവിടെ അവിടെ. ചേട്ടാ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ സെൻട്രൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. എവിടെ? ഈ ഭാഗത്തായിട്ട് ചെയ്തു നോക്ക്. സൺലൈറ്റ് നല്ലതായിട്ട് അവിടെ ചെയ്യണ്ട, കാരണം അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, അവർക്ക് പുച്ഛമാണ്. അത് ശരി. പിന്നെ സൂര്യപ്രകാശം അവിടെ അടിക്കണത് ഞാൻ എന്തെങ്കിലും വകുപ്പുണ്ടാക്കി സൂര്യനെ ഇങ്ങോട്ട് മാറ്റി അടിപ്പിച്ചോളാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഈ ഭാഗം മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. ഇവിടെ പരമാവധി നമുക്ക് നല്ല ഉത്സവപ്പറമ്പ് പോലെ ലൈറ്റ് കത്തിയാൽ അങ്ങനെ നിൽക്കണം. ഓക്കെ. ഈ മാവ് ചിലപ്പോൾ ഒന്ന് മുറിക്കേണ്ടി വരും ചേട്ടാ. ആ മാവും ആ തേക്കും അല്ല, ആ തേക്ക് മുറിക്കുക, അത് വേറെ പറമ്പില്ല. ഇത് മാവ് ഞാൻ മുറിച്ച് മാറ്റിത്തരാം. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ പദ്ധതി നമുക്ക് ഉടനെ നടപ്പിലാക്കാം. നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളുടെ കമ്പനിയുടെ ബിസിനസ് വെച്ചടി ഇവിടെ കേരളത്തിൽ അങ്ങ് ഡെവലപ്പ് ചെയ്യാം. അതിന് ക്ലീറ്റോ ചേട്ടൻ്റെ പാർട്ടിയും അതിൻ്റെ അണികളും ഒക്കെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ മുതലാളിയോട് പറയണം കേട്ടോ. ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ വെച്ച് തരാൻ പറയണം. ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇതനുസരിച്ചിട്ട് പിന്നെ അന്വേഷണം നമുക്ക് എൻക്വയറി ബുക്കിംഗ് എല്ലാം എടുക്കണ്ടേ. ഞാൻ ഫോട്ടോസ് എടുത്തോ പിന്നെ ഒന്നോ രണ്ടോ എടുത്തോ. പക്ഷേ ഈ സൈഡൊന്നും വരണ്ട, ഇങ്ങോട്ട് ലേശവും വരണ്ട. എടുത്തോ, ഞാനും കൂടെ നിൽക്കണോ? എന്നെ കൂടെ നിർത്തിയെടുത്തോ. എൻ്റെ വീടാണ്, നിങ്ങളുടെ മുതലാളി ഒന്ന് കാണട്ടെ. ആ, വീടും ഞാനും കൂടെ. ഓക്കെ അല്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സംഗതി ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറയാം. അല്ല, മുതലാളി ഒരാഴ്ച പറഞ്ഞെങ്കിലും വൈകിക്കാതെ സാധനം എത്തിച്ചേരാൻ പറയണം കേട്ടാ. ചായ വെള്ളം എന്തെങ്കിലും ഒന്നും വേണ്ട. ഓക്കെ എന്നാ കേട്ടോ. വഴി അറിയാലോ? ശരി. മലയാളിയോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണം. ആ ഓക്കെ. അളിയാ, ആരത്? ഞാനേ ഇവിടെ ഒരു ഫ്ലാറ്റ് കെട്ടാൻ പോകണം. അതിന്റെ എഞ്ചിനീയറായി ഇപ്പൊ വന്നിട്ട് പോയെ. ആണോ? അയ്യോ, എന്നൊരു കാര്യം ചെയ്യ്. താഴത്തെ ഒരു ഫ്ലാറ്റ് നീ എനിക്ക് അമ്മയ്ക്കുള്ളതല്ലേ, കയറി പോകാനൊക്കെ വലിയ പാടായിരിക്കും. താഴത്തെ മാത്രമാക്കണ്ടളിയാ, മുഴുവനും നിനക്ക് ഞാൻ തരാം. മൊത്തത്തിൽ വിഴുങ്ങണയാണല്ലോ നിനക്ക് ഇഷ്ടം. ബുദ്ധിമുട്ടാവൂ? നീ വെറുതെ ഗുണ്ടടിക്കാൻ നിൽക്കാതെ കറണ്ട് ബില്ല് കൊണ്ടുപോയി കിട്ട്. കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസ നിന്റെ കയ്യിലില്ല. നീയാണ് ഫ്ലാറ്റ് പണിയാൻ പോണ ഒരു ഫ്ലാറ്റ്. അളിയെ ഞെട്ടരുത്. നിന്നെ നിന്റെ ഡിപ്പാർട്ട്മെന്റിനെയും കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള പാർട്ടിയാണ് ഇപ്പൊ വന്നിട്ട് പോയത്. ആരാന്നറിയാമോ? നിന്റെ കറണ്ട് ഇല്ലാതെ ക്ലീറ്റോയുടെ വീട് ഇനി പ്രകാശിക്കാൻ പോവുകയാണ്. അതെങ്ങനെ? മാജിക് ഉണ്ടോ? ആ മജീഷ്യനാണ് ഈ വന്നിട്ട് പോയത്. സൗരോർജം എന്നുള്ളതും കേട്ടിട്ടുണ്ടോ? സൗരോർജം, സൗരോർജം വന്നിട്ട് സോളാറ് ക്ലീറ്റോയുടെ വീട്ടിൽ ഇനി സോളാർ കറണ്ടാണ്. എന്റെ ക്ലീറ്റസ്, നിന്റെ തലയ്ക്കകത്ത് എന്താണ്? ഉതിരച്ചാണകം. പലതും ഉണ്ട്. എടാ, ഒരു ചെറിയ ഒരു സ്ക്വയർ ഫീറ്റിന് എങ്ങാണ്ട് 3500 രൂപ 4000 രൂപ വരും. നിന്റെ അവിടെ മൊത്തം അത് വെക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ വരും. ഈ ബില്ല് കൊണ്ടുപോയി കേട്ട അത്രയൊന്നും വരില്ലല്ലോ. എന്നാലേ ആ 1.5 ലക്ഷം രൂപയുടെ മുതൽ ക്ലീറ്റോയുടെ വീട്ടിൽ അവർ ഫ്രീ ആയിട്ട് വെച്ച് തരാൻ പോവുകയാണ്. അതെന്തിനാ? അവർക്ക് വട്ടുണ്ടോ? എടാ, ഇത് തമിഴ്നാട്ടിലെ വലിയൊരു സോളാർ കമ്പനിയാണ്. അവർ കേരളത്തിലേക്ക് അവരുടെ ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് ക്ലീറ്റോയുടെ വീട്ടിൽ ആദ്യം വെച്ച് തരാൻ പോവാണ്. ഇവിടെ വേണ്ട എല്ലാ സഹായവും ക്ലീറ്റോയുടെ പാർട്ടിയും ചെയ്തു കൊടുക്കാൻ പോവുക അവർക്ക്. അപ്പൊ ആ കമ്പനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമുക്ക് കാണാം. പിന്നെ ഇത് പ്രകാശിക്കുമ്പോൾ ഇച്ചിരി പ്രകാശം ഇങ്ങോട്ട് വന്ന് അടിച്ചെന്നിരിക്കും. ബുദ്ധിമുട്ടാവൂ? അയ്യോ, ഇല്ലല്ലോ. സന്തോഷം. കാണാം. ഒരു ഉണക്ക ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഞാൻ പ്രകാശിപ്പിച്ച് തരാടാ എന്റെ സോളാർ. ആവശ്യമില്ലാത്ത ഓരോ വണ്ടിയും വരെ എടുക്കാൻ നിൽക്കുന്നത്. അല്ല, അവൻ എന്ത് കാര്യമുണ്ട്? ഇപ്പൊ അവിടെ വേറെ എന്തോ ഒരു കുന്തം കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്. നിനക്ക് പൈസ വേണ്ടേ? എന്തെന്ന് പറയണൊന്നും മനസ്സിലാണോ? പക്ഷെ പറ. ഇത് മറ്റേ സോളാറില്ലേ? സോളാറോ? ഓ, എന്തിന്? അതിന് പൈസ ചെലവൊന്നുമില്ലേ? പിന്നെ പൈസ ചെലവില്ലേ? സോളാറിന് പൈസ ചെലവില്ലേ? ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ പോയിട്ട് ഫ്യൂസ് വരുമല്ലോ ബില്ലടക്കാത്തോണ്ട്. അപ്പൊ അതിനുള്ള വാശി തീർക്കാൻ വേണ്ടിട്ട് അവൻ സോളാർ ഫിറ്റ് ചെയ്യാൻ പോവാ. അത്ര ഇനി കറണ്ട് വേണ്ടാന്ന്. അതിനൊന്നും ബില്ലടച്ചാൽ അത് തിരിച്ചു കുത്താൻ പറ്റൂലേ? എന്നോടുള്ള വാശിക്ക് 1.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യോളം വരും. അതിന് ഈ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? എന്റെ അടുത്ത് വെച്ചാൽ ഞാൻ കൊടുക്കത്തില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേക്കാണ്. കൊടുക്കത്തില്ല. എന്നിട്ട് ഞാനവിടെ കൊടുക്കുകയും ചെയ്യും. ഇനി എന്ത് വഴക്കുണ്ടായാലും ശരി, ആവശ്യമില്ലാത്തന്നെ ഞാൻ നിൽക്കത്തില്ല. ഇതേ സാധാരണമാരുള്ള കേസൊന്നുമല്ല. എങ്ങാനും ഈ കുന്തം കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അതിന്റെ പൈസ ഒന്നും കൊടുത്തില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഗുണ്ടകൾ കയറി ഇറങ്ങുമ്പോടെ
ആരോടാണ് ഈ പറയുന്നത്? പറഞ്ഞാ കേക്കണ്ടേ? ഒന്ന് നശിപ്പിക്കാനായിട്ട് തന്നെ അത് ഇവിടെ വന്ന് കയറിയത്. എന്നിട്ടോ ഫ്ലാറ്റ് ഉണ്ടാക്കും. ഫ്ലാറ്റ് പണിയാൻ പോവാണ്. എന്നോട് ഫ്ലാറ്റ് പണിയാനേ ഈ ബില്ലടക്കം പൈസ ഇല്ലാത്തവൻ. എന്റെ ഏട്ടൻ ഇതിന്റെ സാങ്കേതികത്വമൊക്കെ അറിയാലോ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഓ അവനെ ഞാനത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, മനസ്സിലാക്കും. നീ അവനോട് പറയണം ഇരുന്നിട്ട് കാല് നീട്ടാൻ, അല്ലെങ്കിൽ മൂടിടിച്ച് വീഴുമെന്ന് പറഞ്ഞേക്കണം. പിന്നെ അല്ലാതെ ഞാൻ എന്തോന്നാണ് ഇതിനൊക്കെ പറയേണ്ടുന്നത്? ഇനിയിപ്പോ ഉണ്ടാവാൻ പോകുന്ന വിഷയം എന്താണെന്നറിയോ? ഇനി ഇതിന്റെ പേരും പറഞ്ഞിട്ട് എന്നോട് പൈസ ചോദിക്കും. ഞാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല, 5 പൈസ ഞാൻ തരില്ല, ഞാൻ വീണ്ടും ചവിട്ടി പുറത്താക്കും. അമ്മയോട് ചോദിക്കും, അമ്മയും പൈസ കൊടുക്കൂല. വെറുതെ വിഷയങ്ങൾ അവൻ ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കണം, അതേ ഉള്ളു. അല്ല അവനെ പറഞ്ഞിട്ട് കാര്യമല്ല, അവളുടെ പിടിപ്പേട് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ അതേ വരുന്നു പറഞ്ഞോളൂ വേണ്ടതെന്ന് വെച്ചാൽ നിന്റെ ഉദ്ദേശം എന്തുവാ? അല്ല നിങ്ങൾ രണ്ടുപേരുടെ ഉദ്ദേശം എന്തോന്നാ? എന്താ ഒരു കുന്ത ഇവിടെ കൊണ്ടുവന്നാക്കാൻ പോകുന്നത്? അതിന്റെ പണച്ചെലവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ മുട്ട മേടിക്കാൻ പോണവരമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പറ്റിയേ? അപ്പൊ നാത്തൂനൊന്നും അറിഞ്ഞില്ലേ? ഞാൻ എന്താ അറിയാന്? പിന്നെ ആരോട് ചോദിച്ചിട്ടാ അവിടെ സോളാർ കൊണ്ടുവരാൻ പോണത്? എന്ത് സാധനം? സോളാറ് നമ്മുടെ വീട്ടിലോ? അല്ല, ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ക്ലീറ്റോ അങ്ങനെ ചെയ്യൂല. ആര് പറഞ്ഞോന്ന്? ഞാൻ അവനോട് വേണ്ട അത് ഒരുപാട് പൈസ ചിലവാണ്, ഏർപ്പാടാണെന്നൊക്കെ പറഞ്ഞാണ്. കേക്കണ്ടേ? ക്ലീറ്റോന് എന്താ ബോധം പോയി? ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന സാധനമാണ് അമ്മേ. നീയൊക്കെ എന്തെങ്കിലും നോക്കി നിക്കണേ? നിന്റെ പെങ്ങൾക്ക് കയറ്റി വരാൻ പാടുണ്ടോ? കനക, എനിക്ക് നിന്നോടെ പറയാനുള്ളൂ. അമ്മയും കേട്ടോ, ഒന്നല്ലെങ്കിൽ ആ വീട്ടിലെ തങ്കം അല്ലെങ്കിൽ സോളാറ്, രണ്ടും കൂടി വാഴൂല. ഒന്നല്ലെങ്കിൽ സോളാറ് അല്ലെങ്കിൽ ഞാൻ, ഏതെങ്കിലും ഒന്ന് മതി ആ വീട്ടില്. അല്ലേ? ഇത് ഞാൻ അവനോട് പറഞ്ഞതാ. ഇത് ഞാൻ അവനോട് പറഞ്ഞപ്പോ കേട്ടില്ല. അവൻ പറഞ്ഞു സോളാർ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. കനക, ഒരു പെങ്കൊച്ച് വളർന്നു വന്ന വീട് അവളെ നാളെ കെട്ടിച്ചു വിടണ്ടേ? ഈ ക്ലീറ്റോന്റെ എന്താ ബോധം പോയോ ദൈവമേ? അവന്റെ എല്ലാം പോയി. എന്റെ അമ്മ, ഈ സോളാർ ചർച്ച ടിവിയിൽ വരുന്ന സമയത്ത് കുട്ടികളുടെ വീടാണെങ്കിൽ TV ഓഫ് ചെയ്യും. അത്ര മോശമാണത് അല്ലേ? അയ്യോ, എന്റെ കബീർദാറിന്റെ കുടുംബത്തിന്റെ മാനം കരുതാനാണ് അത് തുനിയുന്നത്. സോളാറിനെ ഈ വീട്ടിൽ കയറ്റി എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല. മാത്രമല്ല, ആഴ്ചകളോളം ആളുകൾ പത്രങ്ങൾ കുടുംബത്തിൽ കയറ്റിയിരുന്നില്ല, അറിയാമോ? അത്ര മോശമാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കമ്മ, ഇവിടെ എന്തോരം വീടുണ്ട്. അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ കയറ്റിയ ഈ വീട് മാത്രമല്ലേ കയറ്റുന്നുള്ളൂ. ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കൂല. ഒന്നല്ലെങ്കിൽ ഇന്ന് രണ്ടിലൊന്നും അറിയും. ഞാനും മോളും കൂടെ ഇറങ്ങി വരും. നീ കരുതി. ഞങ്ങൾ ആരും പറഞ്ഞവൻ കേൾക്കൂല കേട്ടോ. ഞങ്ങൾ ആരും പറഞ്ഞ വേണ്ട, ആരും പറയണ്ട, ഞാൻ നോക്കിക്കോളാലോ. ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ കാര്യത്തില് ഇനി നമ്മൾ ടെൻഷൻ അടിക്കേ വേണ്ട, എല്ലാം അവിടെ വാ. അമ്മ വിഷമിക്കണ്ട, സോളാർ വരൂല. അമ്മക്ക് ഇതൊന്നും മനസ്സിലായില്ല. ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയിടാ, കാല് പിടിച്ചു നോക്കി, കരഞ്ഞു നോക്കി, വഴക്ക് പറഞ്ഞു നോക്കി. എങ്ങനെയെങ്കിലും സോളാറിന് ഇവിടെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതങ്ങനെ ഒരു വാശി. ശുദ്ധ തെമ്മാടിത്തരം, അല്ലാതെ എന്താണ്? എന്നെ നോക്കണ്ട, ഞാൻ അവന്റെ കൂട്ടുകാരനാണ്, അളിയനാണ്, ഞാൻ തോന്നിയ പോലെ നടക്കുന്നവനാണ് എന്നുള്ള നിലയ്ക്ക് അത് വിട്. പക്ഷെ അമ്മല്ലേ ഇവിടെ? അമ്മയുടെ വാക്കിനെന്താ ഒരു വിലയില്ലേ കുടുംബത്തില്? അമ്മ പറയുന്ന അവൻ കേൾക്കണ്ടേ? എന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചില്ല, അറിയാമോ? വരട്ട്. ഇത് വല്ല കൈവശം കൊടുത്തതായിരിക്കും. കാര്യവശം, അഹങ്കാരം, അറിഞ്ഞു നോക്കണം അവനെ, അതാ വേണ്ടിയത്. എടാ, ഇതിനെങ്ങാനും ടിവിയിൽ വരുമോ? എന്താ സംശയം? ഉറപ്പായിട്ടും വരും. സോളാറുമായിട്ടുള്ള ബന്ധമുള്ള ആളുകൾ ആരൊക്കെയെന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടിവിയിൽ വരില്ലേ? നാത്തൂന്റെ മിടുക്ക് പോലെ ഇരിക്കും. ഞാൻ ഇതിൽ കൂടുതൽ എന്ത് പറയാനാടി? ആ വീട്ടിൽ കയറ്റിയാ പിന്നെ തൂങ്ങി ചത്താ മതി. വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല, അതിനെ എന്നെ കൊല്ലണം. സോളാർ ഇവിടെ വന്നാ അവനെ ഞാൻ കെട്ടി തൂക്കും ഇവിടെ. ഇനിയിപ്പോ വരാൻ സാധ്യത ഇല്ലാന്ന് തോന്നണ. സമയം എത്രയായി? സമയം ഒരുപാടായില്ലേ? ഇനിയിപ്പോ ഏതായാലും വരാനൊന്നും സാധ്യതയില്ല. എന്നൊരു കാര്യം ചെയ്യ്, പൊക്കോ. ഞാൻ ഉറങ്ങണ തക്ക നോക്കി കൊണ്ടുവരാനായിരിക്കും. നിന്ന് ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങൂല. ഉറങ്ങുന്നില്ല. ഇങ്ങോട്ട് കണ്ടിട്ട് ഞാൻ എണീറ്റോ നീ? വേണ്ട ഏട്ടാ, ഉറക്കം പോയാലും സാരില്ല, അഭിമാനല്ലേ വലുത്. പിന്നെ അതെന്താ ഓട്ടോറിക്ഷ? അതെ, അവനാണെങ്കിൽ നോക്ക്, ഒന്നും പറയരുത്. നീ ഒന്നും പറയാൻ പാടില്ല, അമ്മയൊന്നും പറയാൻ പാടില്ല. തങ്കത്തിന്റെയാണ് ജീവിതം, അവള് പറഞ്ഞോളും. നല്ല ഇറക്കി പിടിക്കാം. ഞാനോട് പിടിക്കാം. നല്ല നല്ല. എന്താ ഉദ്ദേശം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞിട്ട് വിട്ടത് ഇവിടുന്ന്? നീ കളിക്കരുത്. അത് തന്നെ എനിക്കും പറയാനുള്ള. കളിക്കല്ലേ ഒരുപാട്. കടക്ക്. ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോ. ഇല്ലാത്ത സമയം ധൈര്യം ഉണ്ടാക്കി.
ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ് ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നത്. ആര് പറഞ്ഞിട്ട്? എന്റെ ശവത്തിൽ ചവിട്ടിട്ട് നിങ്ങൾ ഈ സാധനം കൂടെ കയറ്റുള്ളൂ. എടീ 1.5 ലക്ഷം രൂപ മുതലാണ് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. എനിക്കറിയാം ലക്ഷങ്ങളിൽ ഇത് ചെലവുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. നിങ്ങളാണ് കളിക്കല്ലേ കിടന്ന് കുറെ. ഇത് ക്ലീറ്റസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇവിടെ വെക്കുകയും ചെയ്യും. അമ്മ കേൾക്കണ്ട. അമ്മ ഇവിടെ വെക്കാം, നമുക്ക് അവിടെ വെക്കാം സമാധാനത്തില് ധൈര്യമായിട്ട്. വീട്ടിൽ അമ്മയും പെങ്ങളൊക്കെ ഇല്ലേ മോനെ? ചേട്ടാ ഇവിടെ വെക്കാൻ പറഞ്ഞോണ്ട് കൊണ്ടുവന്നതാ. ഇതിവിടെ നടക്കില്ല. വെക്കാൻ പറ്റില്ല. ഇത് എന്താണ് വെച്ചാ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഒരു കുഴപ്പമില്ലേ? നീ ടി വി കാണാറില്ല, പത്രം വായിക്കാറില്ല എന്ന് വിചാരിച്ചിട്ടേ ഇവളതൊക്കെ ചെയ്യുന്നുണ്ട്. അവള് പറയുന്നുണ്ട് കാര്യം, അവൾക്ക് വിവരമുണ്ട്. നീ ആവശ്യമില്ലാത്ത ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടരുത്. നിന്റെ കറണ്ട് നിന്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. നീ ഇത്തിരി പഠിപ്പും വിവരമുള്ള നിനക്ക് എവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? അതുകൊണ്ടാ ഞാൻ പറയണത്, ഭാര്യ പറയണത് ഭർത്താവ് കേക്കണ്ടേ. നാത്തോന് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട. മാറിയില്ല അമ്മ, എന്റെ പൊന്നമ്മ, അമ്മക്കെങ്കിലും എവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്റെ കൺവെട്ടത് കണ്ടുപോകരുത്. വീട്ടുകാരുടെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാനായിട്ട് എന്റെ കർത്താവേ, ഇതിനെല്ലാം ഭ്രാന്താണെന്ന് തോന്നുന്നു. എന്റെ തങ്കം, ഇത് 1.5 ലക്ഷം രൂപയുടെ മുതലാ. ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരണത്. ഇതില്ലെങ്കിൽ നമ്മൾ ഇരുട്ടി കടക്കേണ്ടി വരുവാണ്. ഇതിന്റെ വൃത്തികെട്ട വെളിച്ചത്തിനേക്കാൾ നല്ല ഇരുട്ടാണാ, അത് അവൾക്ക് അറിയാം. ദേഷ്യപ്പെടില്ല ക്ലീറ്റോ, അച്ഛന്റെ മുഖത്തോട്ട് നോക്ക് ക്ലീറ്റോ. അച്ഛന് നാണം കെടുത്തല്ലേ. കർത്താവേ, എനിക്ക് ഭ്രാന്തളവാണ്. കളിക്കരുത്. വെക്കാൻ തന്നെയാണ് ക്ലീറ്റോയുടെ തീരുമാനം. ക്ലീറ്റോ ഇത് വെക്കുന്ന ഉറപ്പിച്ച് അത് വെച്ചിരിക്കും. ഒരു പ്രശ്നമല്ല, നീ എടുക്ക്. പ്രശ്നമില്ല. എന്താ നമുക്ക് അവിടെയാണ് ഇത് കൊണ്ടുവെക്കാം. ഇത് പിടിച്ചു. എവിടെ കൊണ്ടു നോക്കും? എവിടെ കൊണ്ടു നോക്കും? ഞാൻ വെട്ടെന്ന് പറഞ്ഞു. അവ ഇല്ലാത്ത എടുക്കടാ, എടുക്കണേ പറ്റി. പറഞ്ഞാ വെട്ടും ഞാൻ. തങ്കം, നീ വേണ്ട, ഇത് നല്ലതല്ല. ഇത് ഞാൻ സൗകര്യം പോലെ വിളിക്കാം. നമുക്ക് വെച്ച് ഇവിടെ തണുപ്പിച്ചിട്ട് വണ്ടി എടുക്കണോ? തങ്കം, അതിങ്ങതാ, അതിന്റെ ഉപയോഗം കഴിഞ്ഞു. സമാധാനമായോ നിനക്ക്? സമാധാനമായോ നിനക്ക്? ക്ലീറ്റോന്റെ ഗതികേട് കൊണ്ടല്ലേ ക്ലീറ്റോ. ഞാൻ നിങ്ങളെ മാത്രമല്ലേ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ. എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും ക്ലീറ്റോ? എന്നോട് വേണമെന്നല്ലേ ക്ലീറ്റോ? നമുക്കിത് കൊള്ളൂല്ല ക്ലീറ്റോ. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് പോകൂലേ? നമ്മുടെ മോളുടെ ഭാവി എല്ലാം നോക്കണ്ടേ ക്ലീറ്റോ? എന്റെ കർത്താവേ, ഇച്ചിരി ബുദ്ധി കുറവുണ്ടെന്നേ ഞാൻ വിചാരിച്ചോളൂ. ഇപ്പൊ വിവരവും ഇല്ലാതായി പോയി ചക്കപ്പോത്തെ. നീ എന്നെ തോപ്പിച്ചാണ്, സമ്മതിച്ചു. എന്റെ ആഗ്രഹം സാധിച്ചല്ലോ. താങ്ക് യു. അതെ, ഞാൻ അപേക്ഷിക്കുകയാണ്. ആ ഫീസ് ഒന്ന് അവിടെ കൊണ്ടുപോയി കുത്തു. അത് നീ നാളെ പോയിട്ട് ബില്ലടക്കി, അപ്പൊ ഞാൻ തന്നെ കൊണ്ടുവന്ന് കുത്തും. അളിയാ, ഞാൻ നാളെ ഉറപ്പായിട്ടും അടയ്ക്കാം. നീ അടക്കി, അപ്പൊ ഞാൻ കുത്തും. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നീ ഇരുട്ടി കിടന്നാ മതി. അമ്മ അത് മതി. Alien versus Alien.